നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കാണിക്കാനുള്ളത് ഇന്ന് ഈ ഒരു സീഡ് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു നീലാമരിയുടെ സീഡ് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ അത് വാങ്ങി കുറച്ച് ദിവസമായി. മഴയ്ക്ക് മുന്നേ ഇത് പാകിയിരുന്നു. അപ്പോൾ പാകിയതാ ഇതുപോലെ നല്ലൊരു ഹെൽത്തി പ്ലാന്റായിട്ട് ഒരു 10ഓളം വിത്തേ ഞാൻ പാകിയിരുന്നുള്ളൂ ഒരു ചെടിച്ചട്ടിക്കകത്ത്. അപ്പോൾ ആ പാകയിനകത്ത് ഒരു 2-3 തൈ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി നടാനായിട്ട് മഴയൊന്ന് തോർന്നപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മണ്ണിര കമ്പോസ്റ്റും നമ്മുടെ ചെറിയ മണലരിച്ചതും മാത്രമാണ്. കാരണം നമ്മൾ വിത്തിടുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടുള്ള മണ്ണ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ വേര് ഓടാൻ പാടായിരിക്കും. അപ്പോൾ ഞാനത് ഒത്തിരി ചെടിച്ചട്ടിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് സക്സസ് ആയി. അതുപോലെ കുറച്ച് മുളകും തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചമുളകിൻ്റെ തൈയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് ചാണകപ്പൊടി നമ്മൾ കരുതിയിരുന്നു. അപ്പോൾ ഒരു ബക്കറ്റ് ചാണകപ്പൊടി എടുത്ത് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറമ്പിൽ കുറച്ച് പുല്ലൊക്കെ നന്നായിട്ട് കിളിച്ച് വന്ന് നിൽക്കുകയാണ്. കാര്യം മഴയാണല്ലോ. അപ്പോൾ നമുക്കത് ചെത്തി വരാനുള്ള ഒരു സമയമൊന്നുമില്ല, കാര്യം എപ്പോഴും മഴയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നന്നായിട്ട് ഇച്ചിരി വെയിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ പുല്ലൊക്കെ ഒന്ന് ചെത്തി വരാൻ നോക്കി. അപ്പോൾ കുറേ ഉണ്ട്, ഒത്തിരി ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഈ മഴയത്ത് നമുക്കിത് ചെത്തി വാരുക അത്ര പ്രായോഗികമല്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട സ്ഥലത്തെ മാത്രം പുല്ല് ഒന്ന് ചെത്തി വാരിക്കൊണ്ട് അതൊന്ന് തടം തുറക്കുന്നത് പോലെ കുറച്ച് മുകളിലോട്ട് മണ്ണിരിക്കുന്ന രീതിയിൽ വേണം. കാര്യം ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകി പോകുന്നതായതുകൊണ്ട് കുറച്ച് മണ്ണ് പൊന്തി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഇതിൻ്റെ കുഴിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വലിയ മരമൊന്നും ആവുന്ന ചെടിയല്ല നീലാമരി. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടത് കുറച്ചൊരു ബുഷിയായിട്ട് വളരുന്ന ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആഴത്തിലൊന്നും കുഴി എടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഒരു കുഴി എടുത്ത് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കി സൈഡിലെ മണ്ണെല്ലാം കൂടെ ഒന്ന് വെട്ടി വാരി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. കാര്യം വേറെ ഓടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ അതുപോലെ ഒരു 3-4 കുഴി എടുത്തു. കാരണം എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം നടണമല്ലോ. പച്ചമുളക് നടണം, അതുപോലെ നീലാമരി ഒക്കെ നടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 3-4 കുഴി ഒരുമിച്ചാണ് എടുത്തത്. അപ്പോൾ എടുത്തിട്ട് എല്ലാത്തിനകത്ത് ഇതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ചാണകപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വേങ്ങച്ചെടി ഉണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ ഇലയായാലും മതിയാവും, തോലായാലും മതിയാവും, അല്ലെങ്കിൽ കരിയില മതിയാവും. എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ അടിവളം കൊടുക്കണം. കാരണം പ്ലാന്റ്സിനൊന്ന് ആരോഗ്യത്തോടെ ഒന്ന് വളരണമെങ്കിൽ ചെറിയൊരു അടിവളം, ഒരുപാടാകരുത്, കുറച്ച് മതി. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ച മുളകിൻ്റെ തൈ. അപ്പോൾ അത് 1-2 വെച്ച് ഞാനങ്ങ് നട്ടു. കാരണം ഒത്തിരി നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല, അപ്പോഴേക്കും വീണ്ടും മഴ വീഴും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അതങ്ങ് പ്ലാന്റ് ചെയ്തു. അപ്പോൾ 2-3 പച്ചമുളക് തൈ അതിന് ചുറ്റും തന്നെ നട്ടു. പിന്നെ ബാക്കിയുള്ളത് നീലാമരി ആയിരുന്നു. നീലാമരിയും അവിടെ തന്നെ പ്ലാന്റ് ചെയ്തു. പിന്നെ അതിനൊന്ന് താങ്ങായിട്ട്, കാര്യം നല്ല കാറ്റാണ്. അപ്പോൾ അതിന് താങ്ങായിട്ട് ചെറിയ 1-2 ചുള്ളിക്കമ്പ് ഒടിച്ച് അതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുത്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നീലാമരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് നീലാമരി. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പ്രാവശ്യം ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ സീഡ് അവൈലബിൾ ആയിട്ട് കണ്ടത്. അങ്ങനെ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം വാങ്ങി നോക്കിയാണ്. 250 രൂപയാണ് അതിൻ്റെ റേറ്റ്. പക്ഷേ എന്നാലും നമുക്കൊന്ന് വാങ്ങി സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ പൊടി എന്തൊക്കെ ചേർന്നാണ് വരുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 പ്ലാന്റ് വാങ്ങി നട്ട് നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ പ്ലാന്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ സീഡാണ് കിട്ടിയത്. അപ്പോൾ സീഡ് തന്നെ നോക്കി എന്തായാലും നന്നായിട്ട് പാകിയപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇത് കിളിച്ച് വരുമ്പോൾ അറിയാം എന്താകുമെന്ന്. എന്തായാലും മഴ ഉള്ളത് കൊണ്ട് നമുക്കൊരു ടെൻഷനുണ്ട്. കാരണം ഇത് തളർന്നു പോവോ എന്നൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ 2 കമ്പൊക്കെ നന്നായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് മുഴുവൻ നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഒരു കാഴ്ച. നമ്മുടെ വാഴയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൃഷിയുള്ളത്. വാഴ, കപ്പ, പിന്നെ അതുപോലെ നമ്മുടെ ചെറിയ